നമസ്കാരം. മുട്ടുകുത്തി ജീവിക്കുന്നതിലും ഭേദം നിവർന്നു നിന്ന് വെടിയേറ്റ് മരിക്കുന്നതാണെന്ന് പറഞ്ഞത് ധീരനായ വിപ്ലവകാരി ചെഗുവേരയാണ്. കാരണഭൂതത്തിനു വേണ്ടി വിടുപണി ചെയ്തുകൊണ്ട് ഉപ്പുപരലിൻ്റെ മീതെ മുട്ടുകുത്തി നിൽക്കുന്ന ഒരു പ്രസ്ഥാനമാണ് ഈ നാട്ടിലെ ഡിവൈഎഫ്ഐക്കാർ. അച്ചി കടിച്ചതേ കൊച്ചു കടിക്കുമെന്ന് പറയും പോലെ പിണറായി വലിച്ചെറിയുന്ന ശേഷിപ്പുകളാണ് ഇവറ്റകളുടെ മുഖ്യ ഭക്ഷണം. ഡിവൈഎഫ്ഐ ആക്രി വിറ്റ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്തിട്ടുണ്ട്. അവർ കോവിഡ് കാലത്ത് മികച്ച പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട്. രക്തദാനം നടത്തുന്നുണ്ട്, പൊതിച്ചോറ് വിതരണം ചെയ്യുന്നുണ്ട്. ലോകത്ത് ഒരു യുവജന സംഘടനയ്ക്കും സാധിക്കാത്ത പലതും സമൂഹത്തിന് വേണ്ടി ചെയ്യാൻ അവർക്ക് കഴിയുന്നുണ്ട്. എന്നിട്ടും എന്തുകൊണ്ടാണ് അതിൻ്റെ നേതാക്കന്മാർ മിണ്ണന്മാരും പോഴന്മാരും പരിഹാസ കഥാപാത്രങ്ങളുമായി മാറുന്നത്? വെല്ലുവിളിയും പിണറായിക്ക് വേണ്ടിയുള്ള ഗുണ്ടായുസവും ഔചിത്യബോധമില്ലാത്ത പ്രതികരണങ്ങളും അപാര ഹുങ്കും വിടുവായത്തങ്ങളും പാർട്ടി പ്രമാണിമാർക്ക് പാദസേവ ചെയ്യലുമാണ് ഇപ്പോൾ ഇവറ്റകളുടെ പണി. ചില നേതാക്കന്മാർ മൈക്കിൻ്റെ മുമ്പിൽ നിന്ന് വെല്ലുവിളിക്കുന്നത് കാണാം. അറിയാലോ അറിയാലോ ഡിവൈഎഫ്ഐയെ, അറിയാലോ, ഞങ്ങളങ്ങ് തീരുമാനിച്ചാൽ ഉണ്ടല്ലോ. ഇതൊക്കെയാണ് ഇവരുടെ ഭാഷ. പൊതുബോധമോ സർഗാത്മകത്വമോ സാധാരണ മനുഷ്യനോട് ഇഷ്ടമോ യാതൊന്നുമില്ലാത്ത പിണറായി ഫാൻസുകാർ മാത്രമാണ് ഇവർ. ഏറ്റവും പുതിയ സംഭവം ശ്രദ്ധിക്കൂ. ഷാഫി പറമ്പലിനെ പുറത്തിറങ്ങാൻ അനുവദിക്കില്ലെന്നും രാഹുലിനെ സപ്പോർട്ട് ചെയ്തു എന്നും പറഞ്ഞ് ഇവരിന്നലെ വടകരയിലുണ്ടാക്കിയ ചട്ടമ്പിത്തരം കണ്ടില്ലേ? എം പിയുടെ വാഹനം കണ്ട് മഴക്കോട്ട് പുതച്ച് ഡിവൈഎഫ്ഐക്കാർ 4 വഴിക്ക് നിന്നും ചാടി വീഴുന്നു. അയാൾ വണ്ടി നിർത്തി. എടാ നായ എന്ന് വിളിച്ചുകൊണ്ട് ഒരു ഡിവൈഎഫ്ഐക്കാരൻ ചാടി ചെല്ലുന്നു. ചിലർ വണ്ടിക്ക് മുമ്പിൽ കിടക്കുന്നു. തിരഞ്ഞെടുക്കപ്പെട്ട ഒരു എം പിയെ നായെന്നും പട്ടിയെന്നും വിളിക്കുന്നത് എന്ത് സംസ്കാരമാണ്? അത് യൂത്തന്മാർ വിളിച്ചാലും യുവമോർച്ചക്കാർ വിളിച്ചാലും തെമ്മാടിത്തരമല്ലാതെ വേറെന്താണ്? CPM-ന് കനത്ത ആഘാതമുണ്ടാക്കി ഷാഫി വടകര പിടിച്ചതോടെ ഊതി വീർപ്പിച്ച ലോകമാതാ ജനനി ശൈലജയുടെ കട്ടയും പടവും മടങ്ങി. ഷാഫി വടകരയിൽ വന്നതുകൊണ്ടല്ലേ അവർക്ക് ഇത്ര തട്ടുകേടുണ്ടായത് എന്നായി പാർട്ടിയുടെ ചിന്ത. രാഹുൽ കാരണം പാലക്കാടും പാർട്ടിയെ മുട്ടുകുത്തിച്ചു. മാളിയേക്കൽ ഫാമിലി സംഘഗാനം ആലപിച്ചിട്ടും കാഫിർ സ്ക്രീൻഷോട്ടുകൾ പറത്തിയിട്ടും ചെമ്പടക്കാർ മുണ്ടുപൊക്കി നിന്ന് മുദ്രാവാക്യം വിളിച്ചിട്ടും പാർട്ടി 8 നിലയിൽ അവിടെ പൊട്ടി. അന്നവർ നടത്തിയ നൈറ്റ് മാർച്ച് കണ്ടപ്പോൾ തോന്നിയത് ശൈലജ ആദ്യ റൗണ്ടിൽ തന്നെ ജയിച്ച് പാർലമെൻറ്റിൽ ചെല്ലുമെന്നാണ്. അന്ന് ശൈലജ പറഞ്ഞത്, ഞാൻ പോൺ വീഡിയോ എന്നല്ല പോസ്റ്റർ എന്നാണ് പറഞ്ഞത്. നിങ്ങളിപ്പോൾ വീഡിയോ എവിടെ എന്ന് ചോദിച്ചാൽ ഞാൻ എന്തു പറയാനാ? പിറ്റേന്ന് അതിനെ ഖണ്ഡിച്ചുകൊണ്ട് ഗോവിന്ദൻ മാഷ് ഒരു പ്രസ്താവന നടത്തി. അദ്ദേഹം ശരിക്കും ഞെട്ടിച്ചു കളഞ്ഞു. ആര് പറഞ്ഞു വീഡിയോ ഇല്ലെന്ന്? അല്ലത് ടീച്ചർ പറഞ്ഞല്ലോ ഇല്ലെന്ന്. ടീച്ചറല്ല തീരുമാനിക്കുന്നത്, ഞങ്ങളാ പറയുന്നത്, ഞാനാ പറഞ്ഞത് വീഡിയോ ഉണ്ടെന്ന്. നോക്കണേ, ആരും കാണാത്ത ആ വീഡിയോ ഗോവിന്ദൻ കണ്ടിരിക്കുന്നു. വടകര റിസൾട്ട് അറിഞ്ഞതോടെ ഗോവിന്ദൻ്റെ വായടഞ്ഞു. അന്നേ നോട്ടപ്പുള്ളിയാണ് ഷാഫി. റഹീമിൻ്റെയും ശൈലജയുടെയും ഓഞ്ഞ ഇംഗ്ലീഷും ഇന്ത്യ ഈസ് മൈ കൺട്രിയുമല്ല അയാൾ പാർലമെൻറ്റിൽ കാച്ചുന്നത്. പിടിച്ചടക്കി ശീലിച്ചവനാണ്. അത് ഉഡായിപ്പിലൂടെ അല്ലതാനും. സകല കുഞ്ഞുകുട്ടി പരാധീനങ്ങളുടെയും ഇഷ്ടത്തോഴനാണ് അയാൾ. രാഷ്ട്രീയത്തിൽ ഉറ്റ സഹോദരനെ പോലെ കരുതിക്കൊണ്ട് നടന്ന ആൾ കണ്ടിടം കയറി പെണ്ണു പിടിച്ചതിന് ഷാഫി പറമ്പിലാണോ കുറ്റക്കാരൻ? രമേശ് ചെന്നിത്തലയെയും കെ സുധാകരനെയും VD സതീശനെയും വകവപ്പില്ലാത്ത പാർട്ടിയാണ് CPM. അവർക്ക് സുരേന്ദ്രനോ രാജീവ് ചന്ദ്രശേഖരോ ഒരു വിഷയമേ അല്ല. പക്ഷേ CPM-കാർക്ക് എപ്പോഴും ഷാഫി എന്നും രാഹുൽ എന്നും കേൾക്കുമ്പോൾ വല്ലാത്ത കലിപ്പാണ്. ഒരുത്തൻ്റെ കഥ തൽക്കാലം കഴിഞ്ഞതിൻ്റെ ആശ്വാസത്തിലാണ് അവർ. ഈ പരുവത്തിന് മറ്റവനെ കൂടി പൂശണം. ചാനൽ ചാവേറുകൾ രാഹുലിൻ്റെ മുമ്പിലിരുന്ന് ബോധം കെടുന്നത് നമ്മൾ എത്രയോ തവണ കണ്ടതാണ്. അരുൺകുമാർ കണ്ണു തള്ളി വെള്ളം കുടിക്കും. ഉച്ചത്തിൽ ശബ്ദിക്കുന്ന ഒരുവൻ നിശബ്ദനായാൽ പിണറായിക്ക് അത്രയും ഭാരം കുറഞ്ഞു. ഡിവൈഎഫ്ഐക്കാർക്കും സമാധാനമാകും. ഇപ്പോഴിതാ ഷാഫി തന്നെ തടഞ്ഞ ഡിവൈഎഫ്ഐക്കാരൻ്റെ മുമ്പിൽ ഭയന്നോടാതെ കാറിൽ നിന്നും ഇറങ്ങിച്ചെല്ലുന്നു. വെല്ലുവിളിച്ചവൻ ഓടുന്നു. റോഡിലൂടെ അയാൾ നെഞ്ചു വിരിച്ച് നടക്കുന്നു. ജനങ്ങളെ അഭിവാദ്യം ചെയ്യുന്നു. രാത്രി പന്തം കൊളുത്തി പ്രകടനം നടത്തുന്നു. അതോടെ വെല്ലുവിളിച്ച ഡിങ്കിരിപാലന്മാർ സ്ഥലം വിട്ടു. ഇതിനെതിരെ ഡിവൈഎഫ്ഐ നേതാവ് വസീഫ് പ്രതികരിച്ചതാണ് രസകരം. സ്വാഭാവിക പ്രതിഷേധത്തോട് MP നടത്തിയത് എന്തൊരു ഷോ ആയിരുന്നു. രാഹുൽ വിഷയത്തെ ഷാഫി വഴിതെറ്റിച്ചു വിട്ടു. എന്തിനാണ് കാറിൽ നിന്നും ഇറങ്ങിയത്, തല വെളിയിലിട്ടത്? ഷോ എന്ന് പറയുമ്പോൾ പട്ടി ഷോ എന്ന് തന്നെയാണ് പുള്ളി അർത്ഥമാക്കിയത്. ഇല്ലെങ്കിൽ നിങ്ങൾ പറയില്ലേ വസീഫെ, ഷാഫി കണ്ടം വഴി ഇറങ്ങി ഓടിയെന്ന്? ഡിവൈഎഫ്ഐക്കാരൻ വെറുതെ പേടിപ്പിക്കാൻ ചെയ്യുന്നതാണിതെന്ന് ആരറിഞ്ഞു? ഓഖി ദുരന്തമുണ്ടായപ്പോൾ അങ്ങോട്ട് തിരിഞ്ഞു നോക്കാതിരുന്ന പിണറായി വിജയൻ കുറേ കാലം കഴിഞ്ഞാണ് സമയം കിട്ടിയപ്പോൾ അതുവഴി ഒന്ന് ചെന്നത്.
അന്ന് മത്സ്യത്തൊഴിലാളികൾ പ്രതികരിച്ചതും സ്വാഭാവിക പ്രതികരണമായി കണ്ടാൽ പോരായിരുന്നു. എന്തിനാണ് അവിടുന്ന് കാറു മാറിക്കയറി സ്ഥലം വിട്ടത്? മുഖത്തു നോക്കി ഒരു ഡിവൈഎഫ്ഐക്കാരൻ നായ എന്ന് വിളിച്ചാൽ സ്ഥലം MP എന്തോ എന്ന് വിളി കേൾക്കണോ വസീഫെ? അന്തങ്ങളായി പിണറായി സേവ ചെയ്തു നടന്നാൽ ജനപ്രീതി ഉണ്ടാകില്ല. നിങ്ങളുടെ പെണ്ണുപിടുത്തക്കാരെയൊക്കെ വസീഫും സനോജും കൂടി പുളിവാറിന് തല്ലുന്നതാണോ പതിവ്? നാളെ വസീഫിനെതിരെ ഒരു ആരോപണം ഉണ്ടായാൽ ഉടൻ തന്നെ സനോജ് പത്രസമ്മേളനം നടത്തി നിങ്ങളെ തള്ളിപ്പറയുമോ? പിണറായി പറയും, നിങ്ങളത് അക്ഷരം പ്രതി അനുസരിക്കും. ഈ വിഷയത്തിൽ ഡിവൈഎഫ്ഐയുടെ മറ്റേ നേതാവ് സനോജ് പറഞ്ഞതാണ് അതിലും വലിയ തമാശ. മുകേഷിൻ്റെ പോലെയല്ല രാഹുലിൻ്റെ. 100 ഡിവൈഎഫ്ഐക്കാർ നേതാവിനൊപ്പമുണ്ടെങ്കിൽ എന്താണ് ഈ നാട്ടിൽ നടക്കാത്തത്? എല്ലാ പാർട്ടിയിലുമുണ്ട് അവർ പോറ്റി വളർത്തുന്ന അടിമവർഗം. ഒരു ഗവർണറെ തെറിവിളിച്ച് ഭീഷണിപ്പെടുത്താനും കാറ് തടയാനും SFIക്കാർ ചെന്നത് കണ്ടതാണ്. ബ്ലഡി ക്രിമിനൽസ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ പ്രായമുള്ള മനുഷ്യൻ കാറിൽ നിന്നും ചാടിയിറങ്ങിയത്. അതിനുശേഷം ഒരു ചൂടൻ പ്രകടനം ഇപ്പോഴാണ് കാണുന്നത്. ഒരുത്തൻ നേർക്കുനേരെ നിന്നാലൊന്നും ഓടി ഒളിക്കുന്നതല്ല ഞങ്ങളുടെ വിപ്ലവ വീര്യമെന്ന് കാണിച്ചു കൊടുക്കണമായിരുന്നു. SFIക്കാർ മുതൽ DYFIക്കാർ വരെ കൊച്ചു പിണറായിയാകാൻ ശ്രമിക്കുന്നവരാണ്. ഞങ്ങളാണ് ഈ രാജ്യത്തെ നേരിൻ്റെ പാതയിലൂടെ നയിക്കുന്നത് എന്നൊരു ഭാവമാണ് എല്ലാത്തിനും. പ്രളയജലം ഞങ്ങളല്ലേ തള്ളി അറബിക്കടലിൽ എത്തിച്ചത്? ഞങ്ങൾ ഹിമവാനെ വേണമെങ്കിൽ തല തിരിച്ചു വയ്ക്കും. ഈ പുച്ഛവും ജാടയും അവസാനിപ്പിക്കാതെ DYFI എന്ന പ്രസ്ഥാനത്തിന് ഒരിക്കലും ജനപ്രീതി ഉണ്ടാകാൻ പോകുന്നില്ല.